1931 ഫെബ്രുവരി 12 ലാറ്ററൻ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ വാർഷികത്തിന്റെ പിറ്റേന്ന് പിയൂസ് 11 മാർപ്പാപ്പ വത്തിക്കാൻ റേഡിയോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അന്നാണ് ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ റേഡിയോയിലൂടെ മനുഷ്യരാശിയെ അഭിസംബോധന ചെയ്തത്. ഇന്നേക്ക് വത്തിക്കാൻ റേഡിയോ ആരംഭിച്ചിട്ട് 95 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 1929 ഫെബ്രുവരി 11 വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് രൂപം കൊണ്ടതിന് 2 വർഷവും 1 ദിവസവും കഴിഞ്ഞാണ് ഈ ചരിത്ര സംഭവം നടന്നത്. വത്തിക്കാൻ സിറ്റി രൂപീകരിച്ച ശേഷം വെറും 4 ദിവസങ്ങൾക്കകം തന്നെ പുതിയ രാഷ്ട്രത്തിനുള്ളിൽ ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുവാനുള്ള ചുമതല ഇറ്റാലിയൻ വംശജനായ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിക്ക് പിയൂസ് 11 മാർപ്പാപ്പ ഔദ്യോഗികമായി ഏൽപ്പിച്ചിരുന്നു. 1931 ഫെബ്രുവരി 12 വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത ആദ്യ സിഗ്നൽ മോഴ്സ് കോഡിലായിരുന്നു. ഒരു ടെക്നീഷ്യൻ ഇൻ നോമിനി ഡോമിനി ആമേൻ എന്ന വാചകം ടൈപ്പ് ചെയ്ത് അതിന്റെ അർത്ഥം കർത്താവിന്റെ നാമത്തിൽ ആമേൻ എന്നാണ്. ഇതാണ് ആദ്യമായി വത്തിക്കാനിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത സന്ദേശം. ഇത് ഒരു ജാഗ്രതാ സന്ദേശമായിരുന്നു. അന്ന് ലോകത്തെ വിവിധ റേഡിയോ സ്റ്റേഷനുകൾക്കും കപ്പലുകൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ കൈവശം വെച്ചിരുന്ന ഏത് വ്യക്തിക്കും ഈ പ്രാഥമിക സന്ദേശം സ്വീകരിക്കുവാനും തുടർന്ന് മാർപ്പാപ്പയുടെ ആദ്യ റേഡിയോ സന്ദേശത്തിനായി തയ്യാറെടുക്കുവാനും സാധിച്ചു. മാർപ്പാപ്പയുടെ സന്ദേശം അവതരിപ്പിക്കുന്ന ചുമതല മാർക്കോണിക്കായിരുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിച്ച അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: 11 പിയൂസ് മാർപ്പാപ്പ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ റേഡിയോ സ്റ്റേഷൻ നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുവാനുള്ള ബഹുമതി എനിക്ക് ലഭിച്ചു. വൈദ്യുത റേഡിയോ തരംഗങ്ങൾ അദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വാക്കുകൾ ലോകമെമ്പാടും എത്തിക്കും. തുടർന്ന് മാർപ്പാപ്പ മൈക്രോഫോണിന് മുന്നിലെത്തി. സമയം 1931 ഫെബ്രുവരി 12 വൈകുന്നേരം 4:49 ആയിരുന്നു. ഇതോടെ ലോകത്തെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത ചരിത്രത്തിലെ ആദ്യ മാർപ്പാപ്പ എന്ന ബഹുമതി 11 പിയൂസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചു. ആദ്യ പേപ്പൽ റേഡിയോ സന്ദേശത്തിന്റെ സമ്പന്നവും ഗൗരവമേറിയതുമായ വാചകം മാർപ്പാപ്പ തന്നെ ലാറ്റിൻ ഭാഷയിൽ എഴുതിയതാണ്. ഈ സന്ദേശം കത്തോലിക്കരെ മാത്രമല്ല, സഭയിൽ നിന്ന് വേർപിരിഞ്ഞ സഹോദരങ്ങളെയും വിമതരെയും വിശ്വാസികളെല്ലാവരെയും വിവിധ രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെയും അടിച്ചമർത്തപ്പെട്ടവരെയും ധനികരെയും ദരിദ്രരെയും തൊഴിലാളികളെയും പീഡിതരെയും കഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ അഭിസംബോധന ചെയ്ത സാർവത്രിക പാസ്റ്ററൽ സന്ദേശമായിരുന്നു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സഭയുടെ സന്ദേശം ലോകജനതയിലേക്ക് എത്തിക്കുകയും മനുഷ്യരാശിയാകെ തന്റെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുകയും ചെയ്ത വാക്കുകളായിരുന്നു അവ. 88 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിനായി മാർപ്പാപ്പയുടെ ഏക ഉച്ചഭാഷണിയായി പ്രവർത്തനം ആരംഭിച്ച വത്തിക്കാൻ റേഡിയോ ഇതുവരെ 8 മാർപ്പാപ്പമാരുടെ സേവനത്തിലൂടെ അത്ഭുതകരമായ വളർച്ച കൈവരിച്ചു. പ്രോഗ്രാമിംഗ് മേഖലയുടെ വികസനവും ജീവനക്കാരുടെ എണ്ണവും വർദ്ധിച്ചതുമൂലം 1970 വത്തിക്കാൻ റേഡിയോ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള റോമിലെ പ്ലാസോ പിയോ എന്ന നിലവിലെ ആസ്ഥാനത്തേക്ക് മാറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച ആശയവിനിമയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഇന്ന് വത്തിക്കാൻ റേഡിയോ ആശയവിനിമയത്തിനുള്ള ഡിക്കാസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.